ഒക്കാണ്. ആ ആ നുള്ളിയാ നുള്ളിയടാ. ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം പൊട്ടിപ്പോയി ഗൈസ്, സോറി ഗൈസ്, അങ്ങനെ ചമ്മിപ്പോയി ഗൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, എന്നെ വിളിക്കുന്നുണ്ട് ബാക്കിൽ. ജീവു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പം എൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിരിക്കും ഞാൻ ഇനി കുറച്ച് ദിവസം ഞാൻ കാണിക്കാം. അല്ലേ ജീവു? അല്ലേ? ജീവു ഇവിടെ ഫുൾ ഹാപ്പിയാണ്. കാരണം കളിക്കാൻ അവൾക്ക് എല്ലാവരും ഉണ്ട്. എന്തൊക്കെയോ വലിച്ചറിയുന്നുണ്ട്. അപ്പം ജീവു ഞാൻ രാവിലെ തന്നെ കുളിപ്പിച്ചു, സുന്ദരിയാക്കി. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ബാബാ, ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ബാസിക്കാക്കൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ പെണ്ണിൻ്റെ വീട്ടിൽ ഇന്ന് സൽക്കാരുണ്ട് കേട്ടോ. എൻ്റെ ജീവമ്മക്ക് ഒച്ച കേട്ടിട്ടുണ്ട് അവിടെ. ജീവു ബാ, ഇതൊന്ന് കാണിച്ചു കൊടുക്കല്ലേ. അപ്പം ബാസിക്കാക്ക് വരും കേട്ടോ വിളിക്കാൻ, ഞങ്ങളെ വിളിക്കാൻ. അപ്പം നൈറ്റിലാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പം ഇന്ന് ഫർജും മക്കളൊക്കെ പോവാണ്. ഇനി ഒരു തിങ്കളാഴ്ച വരുള്ളൂ. ജീവുമ്മക്ക് ഇനി മിസ് ചെയ്യും. ജീവുമ്മക്ക് ഇപ്പോഴത്തെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉമ്മാനെ എന്തേലും ഹന്നൂസിനെ ഉറക്കൂല. കാരണം ഉമ്മാനെ അന്നൂസിൻ്റെ കൂടെ രാത്രി നടക്കാനേ. ഇന്നലെ മെഞ്ഞാന്നും തന്നെയാണ് അന്നൂസ് വരണം ഓളെ കൂടെ കിടന്നുറങ്ങാനേ. ഇപ്പോൾ ഞാനൊന്നും വേണമെന്നില്ല. ഇപ്പം അന്നൂസ് ഉണ്ടെങ്കിൽ ഓള് കിടന്നുറങ്ങുള്ളൂ. അന്നൂസ് പോയിട്ടുണ്ടെങ്കിൽ അപ്പം എണീക്കും. ഇപ്പം 2 ദിവസം അതാണ് അവളെ പരിപാടി. ജീവുമ്മ അപ്പ എവിടെ പോയാ? ആരോടാ കൊഞ്ഞനെ കുത്തുന്നേ? ഓ, അപ്പുറത്ത് മിററുണ്ട്. ആ മിററിലേക്ക് നോക്കിയിട്ട് കളിക്കാണ്. പാത്തു തല തട്ടും. മാമയുടെ മേമിയുടെ എൻ്റെ മാമി അതിലൂടെ പോയപ്പം ഇപ്പം ജീവ് പോകുന്നുണ്ട്. എവിടെ? കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ നോക്കണേ. അപ്പോൾ ഗൈസ്, അപ്പം ഞാനിനി കുറച്ച് പണികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഫർജു പോകുമെന്ന് പറഞ്ഞാലും അപ്പം ഇനി ആശയൊക്കെ വരണം. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. പാത്തു എന്തിനാ പാത്തു കരയണത്? പൂവാണോ പാത്തു? ഓ, അന്നൂസൊരു സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടോ ഇതൊക്കെ അടിച്ചാറ്റി കൊണ്ടുപോവാണ്. പെട്ടി കിടക്കാക്കിട്ട് പോവണ്ടോള്. എല്ലാം എടുത്താട്ട് കൊണ്ടോ. എന്താ അത് കഥ? പോയിട്ട് വരാം, ഞങ്ങൾ തിങ്കളാഴ്ച വരും. ഒറ്റക്കായല്ലോ എന്താക്കൂ? ഐസു പോണണ്ടാ? എന്റെ സൗണ്ട് ഇപ്പോഴും റെഡി. എന്റെ മുത്തതിന് കരിയില്ല. ഞങ്ങളെ സൗണ്ട് ഒക്കെ പോയതാണ്. ഞങ്ങളെ സൗണ്ടും ഓളെ മൂത്തന്റെ സൗണ്ടും പോയില്ല. അപ്പൊ മൂത്താണ് എന്റെ സൗണ്ട് പോയിക്കല്ലേ? അതെ, ഞങ്ങള് മുടിയൊക്കെ വെട്ടി. ഇതൊക്കെ മുടി വെട്ടണൊക്കെ പാവം. എന്റെ കുട്ടി ഒരു കരിയല് പോലും കരഞ്ഞിട്ടില്ല. ഇതിന്റെ പാത്തുമായിരിക്കണം. ഐസ് ആണെങ്കിൽ എത്ര ആളെ കേക്കുന്ന ഞാൻ പിടിച്ചിട്ട് ഐസുവിനെ ഇതാക്കിയത്. മോളാണ്. അതെ, ഇനിയിപ്പോ ഈ പെട്ടിയും കിടക്കിയൊക്കെ ആയിട്ട് ഇനി തിങ്കളാഴ്ച പിന്നെയും തിരിച്ചു വരുന്നതായിരിക്കും. തിങ്കളാഴ്ച വരും ഞങ്ങൾ. ചൊവ്വാഴ്ച ചെറിയൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച. ആരാ ഐസുക്കാക്കെന്നെ നുള്ളണത്? സോറി പറഞ്ഞ ശിവ. തോണ്ടി വെക്കാണ്. നുള്ളിയാ? എനിക്ക് സൗണ്ടും ഇല്ല. അത്ത പറയാ
ഉള്ളിന്ന് ചവിട്ടി അത് വേണ്ട അത് വേണ്ട ഉമ്മ വെച്ചതല്ലേ അതാ ചെരുപ്പെടുത്ത് നായി മണ്ടക്കെട്ട് കിട്ടി. ഒരു സ്ഥലത്ത് നിക്കപ്പുറത്ത് തരൂല ചങ്ങായി ഇങ്ങനെ വിളിച്ചോണ്ടേക്കു വരുന്നില്ലേ വരുന്നില്ലേ അതിന്റെ വാസികാക്ക തക്കാളിക്കറിയാ എല്ലാവർക്കും തക്കാളിക്കറിയാണോ അല്ല ആശയ ഇതിലെല്ലാരും അറിഞ്ഞിക്കണേ അതായത് മാമ മീൻ കൊണ്ടുവന്നില്ല മാമ പണിക്കറിയില്ല മാമ വന്നാലേ ഇനി മീൻ കറി ഇവിടെ വെക്കുള്ളൂ അതുകൊണ്ട് ഇപ്പം തക്കാളിക്കറിയാ ഉള്ളത് അതാണ് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യം മൗലൂദിന് മഞ്ഞച്ചോറ് ഇറച്ചിക്കറി തിന്നതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഇമ്മ ഉണ്ടാക്കുന്ന തക്കാളിക്കറി സൂപ്പറാണ് ഈ എന്താ ആക്കി പറഞ്ഞ അതിരുമ്മ ഉമ്മ ഗൾഫിൽ തക്കാളിക്കറി തന്നെ വെക്കില്ല ഈ വരുന്നില്ലാലോ ജടക്ക ആൾക്കാർ തോനെ കാണുന്ന കേട്ടോ തക്കാളിക്കറി നല്ല മോശമാണ് നമ്മ പറയണേ തക്കാളിക്കാർക്ക് എത്ര ഫാൻസാരുണ്ട് തക്കാളിക്കറി ഫാൻസാരില്ലേ ഞാൻ ഉണ്ടാക്കുന്ന തക്കാളിക്കറി ഭയങ്കര ടേസ്റ്റ് അത് വേറെ കാര്യം ഒരാൾ കണ്ണ് വെച്ചിട്ട് ഇപ്പൊ തക്കാളിക്കറിക്ക് വെക്കാൻ അറിയുന്നില്ല അതാരാണാവോ അത് വേറൊരാളാൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരുന്നു പിന്നെ ദിവാനാ നീ വരുന്നാ എല്ലാം കൊണ്ടുപോവാണ് ഒരു സാധനം ചൂടാക്കരുത് ഇല്ല കേട്ടോ. കൊറേ ഒക്കെ ഞാൻ അവിടെ വെച്ചത് ഇതൊക്കെ ഞാൻ ഡെയിലി തിങ്കളാഴ്ച ലഗേജ് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് അതിന്റെ പിയാപ്പക്ക് പനിയാണല്ലോ അപ്പൊ ഞങ്ങളെ കാണാൻ ഓനക്കൊരു കുഴപ്പമില്ലല്ലോ ഓനാ ഇവിടുത്തെ ഡാൻസ് കളിക്കണ. ആ പഴയ എന്റെ മോളെ കുറിച്ചേക്ക് പോകുമ്പോ തിന്നേക്കും എല്ലാ തേനും എടുത്തോ തേന അപ്പൊ ഗൈസ് അങ്ങനെ ഉമ്മന്റെ സ്പെഷ്യൽ നെയ്ച്ചോറും തക്കാളിക്കറിയും പിന്നെ വെണ്ടക്ക വരട്ടിയതും പിന്നെ കോഴിമുട്ടയും പപ്പടും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. അപ്പം ഇത് ഞാൻ കഴിക്കാൻ പോകുന്നു കേട്ടോ. ഞാനങ്ങനെ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ പേര് ചോദിക്കാറുണ്ട് ജുബി എങ്ങനെ ഫങ്ഷന് പോകുമ്പോൾ മേക്കപ്പ് ഇടാറെന്ന്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ബാക്കിൽ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഡോർ അടിച്ചിട്ടാണ്, പുറത്ത് നല്ല സൗണ്ട് ഉണ്ടാവും. ജിവി അന്നൂസും നെന്നൂസും ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജിവുവിന് ഞാൻ അവരെ ഏൽപ്പിച്ചതാണ് കേട്ടോ കളിക്കാൻ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുമല്ലോ, ഓളെ നോക്കാനേ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാനും ഒരു മേക്കപ്പിൻ്റെ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടുന്ന മേക്കപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ നല്ലോണം ക്ലീനാക്കി ജസ്റ്റ് ഒന്ന് ലിപ് ബാം ടച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാട്ടോ ഞാൻ ഫസ്റ്റ് ക്യാനുണ്ടോ എനിക്ക് ഭയങ്കര ഞാൻ ആദ്യം പോൺസിൻ്റെതോ അതിനെന്തോ അതിന് ഞാൻ തേക്കാറ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രൈമറും തീർന്നുകൊണ്ട് നിൽക്കുന്നു. പ്രൈമർ എനിക്ക് ഇവിടെ അത്യാവശ്യമാണ് കണ്ണിൽ ലേസായില്ല കാരണം ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ നമ്പർ ഇതാ 100. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചത്.
അപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല ചെയ്യാൻ, പിന്നെ ജസ്റ്റ് ഒന്ന് ഐബ്രോ സെറ്റ് ആക്കണം. പക്ഷേ ഐബ്രോ എൻ്റെ കയ്യിലില്ല, ഇനി ഉമ്മനോട് ചോദിച്ചോക്കണം. അപ്പം എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു ഷറാറാണ്. ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഇട്ടൊരു മോഡലാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി മോഡലാണ്. ഓക്കെ, ഇനി ജിവുവിൻ്റെ പെട്ടിയിലാണ്. ഇതാണ് നമ്മുടെ ജിവുവിൻ്റെ പെട്ടി. ഈ പെട്ടി നമുക്ക് ജിവുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ജിവുവിന് ഗിഫ്റ്റ് കിട്ടിയത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ അമ്മ കൊണ്ടുവന്ന് തന്നതാണ്. ജിവുവിൻ്റെ ഗിഫ്റ്റാണ്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. ജിവുവിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അപ്പം ജിവു ഇന്ന് ഇടുന്നത് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗ്രീൻ ആകുമ്പം ജിവുമ്മ ഏതെങ്കിലും ഒരു ഗ്രീൻ ഷെയ്ഡ് വേണ്ടേ. അപ്പം ജിവു ഇന്ന് ഈ ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ പോയിട്ട് നമ്മൾ വെൽക്കം വാഗിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. അതായത് അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ലോണം കുത്തുന്ന ടൈപ്പ് ഒന്നല്ല. പിന്നെ ജിവുവിൻ്റെ ഷോക്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഇന്നറ്, പിന്നെ ജിവുവിന് ഷോക്സ് ബ്ലാക്ക് ഇടാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, ബ്ലാക്ക് ഇവിടെ ഉണ്ടാവും. ഒരു ബ്ലാക്ക് ഷോക്സ് ഉണ്ട്. പിന്നെ ആ ഡ്രസ്സ് താത്തിക്കേ. അപ്പൊ ഇതാ നമ്മളെ ജിവു ബേബി മാറ്റി ഒരുങ്ങി ശൂണ്ടടി അയക്കണേ അല്ലേ? അല്ല ജിവു അതിന്റെ മോള് വലിഞ്ഞു പിടിച്ച് കയറും. എന്ത് സുഖാണാവോ കിട്ടണെന്ന് എനിക്കറിയില്ല. ഹായ്, നല്ല രക്ഷയുണ്ടല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെ ഞാൻ റെഡിയായി. ഓക്കെ ഓക്കെ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിവുവിനെ ഞാൻ കാണിച്ചു തന്നില്ല, അപ്പം ഞാൻ കാണിച്ചു. ഇനി ബാസിക്കാക്ക വരണം. ബാസിക്കാക്ക ഇവിടെ വന്നിട്ടാണ് കേട്ടോ മാറ്റുന്നത്. അയ്യോ, അപ്പയുടെ ജിവു പപ്പാ വന്നല്ലോ. ബാസിക്കാക്കനെ കണ്ട് സന്തോഷത്തിലെ കുട്ടി. സമയല്ലേ വേഗം മാറ്റി വാ. മാമനല്ല അത് അപ്പ, മറന്നോയാ? അപ്പൊ ഗൈസ് വാപ്പയും മോളൊക്കെ റെഡിയായി. മോള് ഓൾറെഡി റെഡി ആയിക്കണേ. വാപ്പതാ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. എന്താ ലുക്ക്! അല്ല എന്താ നിങ്ങൾ കല്യാണത്തിനോ അങ്ങനെ പോണത്? കല്യാണത്തിന് മാത്രമേ വാസിയാക്കിന്റെ ലുക്ക് ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായില്ലേ? സിമ്പിൾ ഡ്രസ് അല്ലേ? യെസ്, അടിപൊളിയായിക്കണ്. മാഷാ അല്ലാ. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് സർപ്രൈസ് ആയിട്ടൊന്ന് ഈ ഷൂ ഒക്കെ അടിച്ച് പുതിയ ഷൂ ഒക്കെ എടുത്തിക്കണേ. നാളെ നമുക്ക് പോവാട്ടോ പുതിയ ഷൂ ഒക്കെ എനിക്ക് വാങ്ങാന്. എന്താ 3 കൊല്ലം നിങ്ങളെ കൂടെ ഞാനുണ്ട് ട്ടാ. ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഷൂ. അപ്പൊ നമുക്ക് പോവല്ലേ? അതെ അതെ അതെ, നമുക്ക് പോവല്ലേ? പത്തു മാറ്റി നിന്നിട്ട് കൊറേ നേരമായി. എന്റെ വല്യമ്മന്റെ വൈരിയാണ് മാറ്റിയാൽ നമ്മൾ അപ്പ ഇറങ്ങണം. ഇറങ്ങത്തിന്റെ ഒരു ദേഷ്യവും വാശിയുണ്ട്. എന്റെ കോസ്റ്റ്യൂം കാണിച്ചു കൊടുത്തോ? എന്റെ കോസ്റ്റ്യൂം എന്താ കാണിച്ചാ? ഇതാണ് ജിവുവിന്റെ ജുബിന്റെ കോസ്റ്റ്യൂം കേട്ടോ. എന്റെ കോസ്റ്റ്യൂമിനെ ഇങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു. എന്റെ കോസ്റ്റ്യൂമിനെ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ എന്നിട്ട് എന്റെ കുട്ടിക്ക് ഈ ഒരു സിമ്പിൾ ഉടുപ്പാട്ടെടുത്തത്. സിമ്പിൾ മതി. അല്ല, നമ്മള് വർത്താനം പറഞ്ഞ പരിപാടി കഴിയും. പരിപാടിക്ക് പോവാം. പപ്പയും മമ്മയൊക്കെ ഓൾറെഡി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. എന്റെ പുതിയ ബാഗ് എന്റെ ഉമ്മന്റെ ബാഗാണ്. മധുരാണ്, ഓവർ തിന്നണ്ട. ഞാൻ ഷുഗർ ഡയറ്റിലാണ്. എന്നിട്ട് എന്താ ഫുൾ ആയിട്ടുണ്ടല്ലോ. ഇന്ന് ചീറ്റ് ഡേ ഇങ്ങനെ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതിൽ ഞാനവിടെ എന്താണ്
ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടാ വന്നത്. ലൊക്കേഷൻ ഇടാൻ നമ്മള് വന്നത് ആണല്ലേ? ഫറൂഖിലുള്ള ഇപ്പൊ വരെയൊക്കെ ഇടാന്നെന്നാ പറയും. ലൊക്കേഷൻ എനിക്കറിയാം. എന്താണ് ബിസിയാണ്. ഡോക്ടർ അതിന് ശേഷം ഭയങ്കര മാന്യ. ഷുഗർ കട്ട് എന്താ ഫാദിയ അതിൽ സതില്ലാത്ത? ഫാദിയ എന്തെങ്കിലും എന്താ കത്താത്ത? അങ്കോലിക്കാലും പിടിച്ചതാ ISR കൊണ്ടുപോയിട്ട് ഞാൻ എത്ര വലിയ റോക്കറ്റ്. അപ്പൊ ഗൈസ് എന്റെ ബ്രദറും വൈഫും വന്നിട്ടുണ്ട്. 2 ദിവസം എപ്പോഴാ നിങ്ങള് മലേഷ്യയിൽ എത്തിയത്? നമ്മള് ഇപ്പൊ 3-ആം തീയതിയാണ് എത്തിയത്. പൊട്ടിപ്പോയി ഗൈസ്, സോറി ഗൈസ്, അങ്ങനെ ചമ്മിപ്പോയി ഗൈസ്. അവന്റെ കണ്ണനാണ് തോന്നുന്നത്. വലിച്ചെറിയ വെച്ചോ. പൊട്ടിയില്ലേ? എന്റെ രാജിക്കത്താണ്. നോക്കട്ടെ കൈ ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. കൈ വീഡിയോയിൽ കാണിക്കല്ലേ, കൈയൊന്നും കഴിക്കല്ല. ഇന്നെ കാണണ്ട, ആനെ കാണുന്നുണ്ടേ. നീ വിട്ടത് ആ താരം മുട്ടിട്ട് എത്ര എവിടെ ബസ്സൊക്കെ എന്തെങ്കിലും നടക്കാം. വിരല് 2, അതെ തള്ള വിരലൊന്ന്. ബ്ലോഗർ ചുപ്പി ആ പറയും എന്താ എവിടെ